എന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? ടർബോ ജോസ്. ടർബോ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു. ടർബോയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനെ കാട്ടുതീ എന്ന് വിളിക്കണമെന്നാണ്. കാട്ടുതീയുടെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ചെറുതായി തുടങ്ങിയതിന് ശേഷം ഒരു പ്രദേശമാകെ വ്യാപിക്കുകയും ആളിപ്പടരുകയും ചെയ്യും. അതുതന്നെയാണ് ടർബോയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതായത് വളരെ ചെറിയൊരു ലാഗോടുകൂടി വളരെ സ്ലോയിൽ തുടങ്ങിയതിന് ശേഷം അങ്ങ് കത്തി ആളി പടരുന്ന അവസ്ഥയാണ് ടർബോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ സിനിമയുടെ തുടക്കമൊക്കെ കാണുമ്പോൾ ഇത് നശിപ്പിച്ച് കളഞ്ഞു, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു സാധനം വളരെ മോശമാക്കി കളഞ്ഞു എന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ഫിലിം തുടങ്ങുന്നതും അതിൻ്റെ ആദ്യത്തെ കുറേ സീനുകൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്നും ഒരു ബസ് കയറ്റത്തോടു കൂടി സിനിമയും ഒരു കയറ്റം കയറുകയാണ്. ഒരു അതിവിശാലമായ ആളിപ്പടരലിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ് യാത്രയിലൂടെ അതങ്ങ് മുമ്പോട്ട് പോവുകയാണ്. അതായത് മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നല്ലതെന്നൊന്നും പറയാൻ പറ്റുന്ന ആളല്ല ഞാൻ. എന്നാലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സൂപ്പർബ്. വളരെ നല്ല രീതിയിൽ ഒരു എനർജറ്റിക്, അതിൻ്റെ അങ്ങേയറ്റം എനർജി കാഴ്ചവെച്ചേക്കുന്ന ഒന്നാണ് നമ്മുടെ ടർബോയിൽ. അത് ഫൈറ്റ് സീൻസ് ആയാലും ഇനിയിപ്പോൾ അതല്ലാത്ത കുറച്ച് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സെൻറ്റിമെൻറ്റ് സീൻസൊക്കെ ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിലപ്പോഴേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നിറയ്ക്കാൻ സാധ്യതയുള്ള, അതേപോലെ വളരെ എഫക്റ്റീവായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് മമ്മൂട്ടിയുടെ ഇതിൻ്റെ അകത്തുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വില്ലൻ നമ്മുടെ രാജ്ബി ഷെട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ സിനിമയിലെയൊക്കെയുള്ള ഒരു വില്ലൻ സങ്കല്പത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മലയാള ഫിലിമിൽ നിന്ന്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ 6.5 അടി പൊക്കവും അതിനൊത്ത വണ്ണവും അതിനനുസരിച്ചുള്ള വലിയ ശബ്ദവും ഒക്കെയുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ആർക്കും വില്ലനാകാൻ സാധിക്കും, അതിന് ബോഡിയുടെ സൈസോ ഹൈറ്റോ ഇതൊന്നും ബാധകമല്ല എന്ന് തെളിയിക്കുന്ന മാസ് പെർഫോമൻസ് എന്നല്ലാതെ മറ്റൊന്നും നമ്മളുടെ വില്ലൻ കഥാപാത്രത്തെക്കുറിച്ച് പറയാനില്ല. ടോപ്പാണ്. അതായത് ഈ ഫിലിമിൽ മമ്മൂട്ടിയും ഈ വില്ലനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. അത്രയ്ക്കും അപാര പെർഫോമൻസോടുകൂടി നമ്മളുടെ ഈ ഫിലിമിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് നമ്മളുടെ വില്ലനുള്ളത്. അതുപോലെ തന്നെ ബിന്ദു പണിക്കരുടെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ബിന്ദു പണിക്കർ റീസെൻ്റ്ലി ഒരുപാട് വ്യത്യസ്തമായ റോൾസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു റോളാണ് നമ്മളുടെ ഈ സിനിമയ്ക്കകത്ത്. അതുപോലെ ഈ മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സ്ലോയിൽ ഇങ്ങനെ തുടങ്ങി ഒരു പക്ഷേ നമ്മളെ ഒന്ന് ലാഗടിപ്പിച്ച് കുറച്ചൊന്ന് ബോറടിപ്പിച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു തുടക്കം തന്നതിന് ശേഷം പിന്നീട് ഈ സിനിമ അങ്ങ് വേറെ ലെവലിലേക്ക് പോവുകയാണ്. അതിൻ്റെ അങ്ങ് ടോപ്പിലേക്ക് എത്തിയാണ് ഫിലിമിൻ്റെ ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ സുഷിനിൻ്റെ വളരെ ശക്തനായ ഒരു സപ്പോർട്ടർ ആയതുകൊണ്ട് എവിടെയൊക്കെയോ എനിക്ക് സുഷിൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സുഷിൻ ആയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ തോന്നി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊന്ന് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മ്യൂസിക് ഇറ്റ്സ് സൂപ്പർബ്. ആ സിനിമയ്ക്ക് പറ്റുന്ന എല്ലാ രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞു കേട്ടതുപോലെ ഒരു കോമഡി എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ള ചിന്തയിൽ ഒരു പക്ഷേ സിനിമ കാണാൻ പോകാതിരിക്കുക. തീർച്ചയായിട്ടും മാസ് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊരു പിന്നീട് കാണാൻ വേണ്ടി വയ്ക്കാതെ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. അത് ഒരു പക്ഷേ മാസ് സിനിമകൾക്കുള്ള സ്ഥിരം ചില ക്ലീഷേകൾ, ഈവൻ നമ്മുടെ വില്ലൻ ഇതിൻ്റെ അകത്ത് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ബ്ലഡി ക്ലീഷേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സിനിമയിൽ കുറച്ച് ക്ലീഷേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മാസ് ഫിലിംസിൽ കുറച്ച് ക്ലീഷേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ഒരു പക്ഷേ ആ ഒരു തീമിൽ അത്തരം ചില സാധനങ്ങൾ അത്യാവശ്യമായതുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. എന്തായാലും ഈ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക മാസ് ഫിലിംസിലുമൊക്കെയുള്ള ചില കോമൺ സാധനങ്ങൾ
സാധനങ്ങൾ നമ്മുടെ ഈ ഫിലിമിലും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എന്നായിരുന്നാലും നമുക്കതിനെ ഒരു തീം ബേസ്ഡ് തന്നെയാണ്. ചുമ്മാ വെറുതെ കുറേ ഇടി കാണുന്നിടത്തെല്ലാം പോകുന്ന വഴിക്കൊക്കെ ഇടി, അങ്ങനത്തെ ഒരു ഇടിപ്പടമല്ല നമ്മളുടെ ടർബോ. തീർച്ചയായിട്ടും അതിനൊരു ത്രെഡുണ്ട്. ആ ത്രെഡിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ആ ത്രെഡിനെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുക എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സസ്പെൻസും കൂടി കീപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു ത്രെഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഫിലിം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ ഫിലിം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ ഇതിൻ്റെ ഒരു ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ ഒരു ചെറിയ സമയം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നേരം പോലും നമ്മളെ ബോറടിപ്പിക്കാണ്ട് ഈ ത്രെഡിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സിനിമ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ കാര്യമാണ്. അതുപോലെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവലിൻ്റെ എഴുത്തിൻ്റെ തന്നെ പ്രത്യേകത തന്നെയാണ്. അതായത് ചിലപ്പോൾ ഇത്തരം സിനിമകൾക്കൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള സാധനം ഇത് ചെയ്തു വെക്കുന്നത് അടുത്ത ഈ കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് ആ സിനിമ പോകുന്നൊരു ശീലം പലപ്പോഴും ചില സിനിമകൾക്കുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നും കണ്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് മിഥുൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സിനിമയിൽ ഒരിക്കലും നമുക്കങ്ങനെ ഈ സീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ സീന് വേണ്ടിയിട്ടാണ്, ആ സീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മറ്റേതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അങ്ങനത്തെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീല് ഇല്ല. ടോട്ടൽ സിനിമയുടെ പോക്കിനെ നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സീൻ ടു സീൻ അങ്ങനെ തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഇതിൻ്റെ അകത്ത് തീരെ കുറവാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നി. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സ് സീൻ, ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ തീയായി തുടങ്ങി അതങ്ങ് ആളിപ്പടരുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ക്ലൈമാക്സിലാണ് സിനിമ കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത്. ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന ആ സീനുകളും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മമ്മൂട്ടിയുടെ പെർഫോമൻസും അതിനെ ആ ഫിലിമിനെ മേക്ക് ചെയ്തേക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും നമ്മളുടെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലിസ്റ്റിലേക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ടർബോ. അതിലേക്ക് തന്നെയാണ് സിനിമയുടെ പോക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ നിർബന്ധമായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞതുപോലെ തുടക്കത്തിൽ കുറച്ച് സ്ലോ ആയി, കുറച്ച് ലാഗ് തോന്നിപ്പിച്ചതിന് ശേഷം അങ്ങ് കത്തി ആളിപ്പടരുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയും അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ സ്ലോയിൽ തുടങ്ങി തന്നെ മുമ്പോട്ട് പോകുന്നത് ഒരു പക്ഷേ അത് മിഥുൻ മാനുവൽ വളരെ തന്ത്രപരമായി നമ്മളെ ആ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതുമായിരിക്കാം എന്നുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി തോന്നുന്നു. എന്തായിരുന്നാലും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടവർ അതിൻ്റെ അനുഭവങ്ങൾ, കാണാത്തവർ ഇനി കണ്ടതിന് ശേഷം അതിൻ്റെ അനുഭവങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും വീണ്ടും കാണാം. താങ്ക് യു.